കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. നമ്മൾ 13ാമത്തെ ശ്ലോകം ഫലശ്രുതിയാണ് കേട്ടോ. ശ്രുത്വാ മമൈതന്മാഹാത്മ്യം തഥാ ചോത്പത്തയഃ ശുഭാ പരാക്രമം ച യുദ്ധേഷു ജായതേ നിർഭയഃ പുമാൻ. മമ ശുഭാഃ ഉത്പത്തയഃ, എൻ്റെ വളരെ ശുഭകരമായ എൻ്റെ ഈ ഉൽപ്പത്തി പറഞ്ഞാൽ ഈ ഭഗവതര അവതാരങ്ങളെയും യുദ്ധേഷു പരാക്രമം, ഞാൻ നടത്തിയ യുദ്ധങ്ങളിലെ പരാക്രമങ്ങളെയും ച തഥാ ഏതത് മാഹാത്മ്യം, എൻ്റെ ഈ കഥയുടെ മാഹാത്മ്യത്തെയും ച ശ്രുത്വ കേൾക്കുന്ന ആൾ നിർഭയ ജായതേ. നിർഭയത ജായത പറഞ്ഞാൽ എന്താ? എല്ലാ പേടിയും നിന്നും മുക്തരായിത്തീരും. പിന്നെയോ പരാക്രമം ച യുദ്ധേഷു ജായതേ നിർഭയ പുമാൻ. അതെ, എൻ്റെ ഈ, അതായത് പിന്നെ നമുക്ക് മരണഭയം അടക്കം ഉണ്ടാവില്ല എന്നാണ് നട്ടോ പറയണത്. അതായത് എൻ്റെ ഈ മാഹാത്മ്യവും എൻ്റെ അവതാരങ്ങളും ഉത്പത്തിയും എൻ്റെ ഉത്ഭവവും എൻ്റെ അവതാരങ്ങളെയും ഞാൻ നടത്തിയ യുദ്ധപരാക്രമങ്ങളെയും ആരാണ് കേൾക്കണത്? ശ്രുത്വ എന്ന് പറഞ്ഞു. കേൾക്ക് എന്തായാലും കേൾക്കണത് അവരുടെ എല്ലാ ഭയവും നശിക്കുന്നു, അല്ലെങ്കിൽ ഭയത്തിൽ നിന്ന് അവർക്ക് മുക്തി ലഭിക്കുന്നു, ഇൻക്ലൂഡിങ് മരണഭയം. അതാണല്ലോ ഏറ്റവും വലിയ ഭയം എല്ലാവർക്കും. ഭവഭയവും, ജീവിക്കാനുള്ള ഭയവും മരിക്കാനുള്ള ഭയവും, എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള ഭയം, എല്ലാ ഭയങ്ങളും അകറ്റുന്നു. നമ്മൾ കണ്ടുല്ലോ 11ാം അധ്യായത്തിലെ ഒരു ശ്ലോകം, ഏതത്തേവദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുന സർവഭീതിഭ്യ കാർത്യായനി നമോസ്തുതേ. ഭഗവതരാമുഖം നമ്മൾ ഉള്ളിൽ സ്മരിച്ചാൽ എല്ലാ ഭയങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നതാണ്. അങ്ങനെ എനിക്ക് ഭയം ഇല്ലാണ്ടാക്കി തരണേന്ന് പറയുന്നുണ്ടല്ലോ. ഏതത്തേവദന സൗമ്യം ലോചനത്രയഭൂഷിതം പാതുന സർവഭീതിഭ്യ, എല്ലാ ഭയങ്ങളെയും നമുക്ക് അകറ്റിത്തരുന്ന അതന്നെ. അപ്പോൾ ഇതിൽ ഭഗവതി പറയുകയാണ്, ഇത് കേൾക്കണ ആളുടെ എല്ലാ ഭയങ്ങളും അകലും എന്ന്. ഇനി ശ്രുത്വാ മമൈതന്മാഹാത്മ്യം തഥാ ചോത്പത്തയഃ ശുഭാ പരാക്രമം ച യുദ്ധേഷു ജായതേ നിർഭയഃ പുമാൻ. രിപവഃ സംക്ഷയം യാന്തി കല്യാണം ചോപപദ്യതേ നന്ദതേ ച കുലം പുംസാം മാഹാത്മ്യം മമ ശൃണ്വതാം. ഇനിയോ മമ മാഹാത്മ്യം ശൃണ്വതാം, എൻ്റെ മാഹാത്മ്യം ശ്രവിക്കുന്ന പുംസാം പുരുഷൻ്റെ അല്ലെങ്കിൽ ആളുടെ രിപവഃ സംക്ഷയം യാന്തി, എല്ലാ ശത്രുക്കളും നശിപ്പിക്കപ്പെടുന്നു. പുറത്തുള്ള ശത്രുക്കളെ അല്ലാട്ടോ, കാര്യമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ശത്രുക്കളെ, കാമക്രോധ ലോഭമത മോഹമാത്സര്യങ്ങളെ പുറത്ത് ശത്രുക്കളെന്ന് പറയാം, വേണമെങ്കിൽ പുറത്ത് ശത്രുക്കളെയും പറയാം. പക്ഷേ ശരിക്കും പറയാച്ച ഒരു ആധ്യാത്മികമായിട്ട് ഇതിൻ്റെ അർത്ഥം എടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ തന്നെ ശത്രുക്കളൊക്കെ ഭഗവതി നശിപ്പിക്കും. ഈ ദൈവമാത്മ്യം എന്നും ചൊല്ലിയാൽ നമ്മുടെ മനസ്സിൻ്റെ ശത്രുക്കളെ മുഴുവനെ നശിപ്പിക്കുക. ശരിക്കും നമ്മുടെ മനസ്സിൻ്റെ ശത്രുക്കൾ ഉണ്ടാവുകൊണ്ടാണ് നമുക്ക് വേറൊരാൾ ശത്രു എന്നൊക്കെ തോന്നണതേ. അപ്പോൾ മനസ്സിൻ്റെ ശത്രുക്കളെ നശിപ്പിച്ചാൽ പിന്നെ പുറത്തൊരു ശത്രുക്കളും ഉണ്ടാവില്ല. അതാണ് ശരിക്കും. അപ്പോൾ ദൈവമാത്മ്യം കേൾക്കണ ആളുടെ എല്ലാ ശത്രുക്കളെ നശിപ്പിക്കും എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിനെ ശുദ്ധാക്കും. കാമക്രോധ ലോഭമത മോഹമാത്സര്യങ്ങളെയൊക്കെ നീക്കും ദേവിയുടെ ഈ ചരിത്രം ശ്രവിച്ചാൽ കേട്ടാൽ. പിന്നെയോ കല്യാണം ഉപപദ്യത, എല്ലാ മംഗളങ്ങളും ഉണ്ടാവും. പിന്നെയോ കുലം ച നന്ദതേ, കുലം നല്ലോണം അഭിവൃദ്ധി പ്രാപിക്കും, നമ്മുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കും ചെയ്യും. ഫലശ്രുതി ദീപവഃ സംക്ഷയം യാന്തി കല്യാണം ചോപപദ്യതേ നന്ദതേ ച കുലം പുംസാം മാഹാത്മ്യം മമ ശൃണ്വതാം. ശാന്തികർമ്മണി സർവത്ര തഥാ ദുസ്വപ്നദർശനി ഗ്രഹപീഡാസു ചോഗ്രാസു മാഹാത്മ്യം ശൃണുയാൻ മമ. സർവത്ര ശാന്തികർമ്മണി, എല്ലാ ആപത്തുകൾക്കും ശാന്തികരങ്ങളായിട്ടുള്ള കർമ്മങ്ങളിലും
തഥാ അതുപോലെ ദുസ്വപ്ന ദർശനെ ദുസ്വപ്നം കണ്ടു എന്നാലും ഉഗ്രാസു ഗ്രഹപീഡാസു വളരെ ഭയങ്കരമായ ഗ്രഹപീഡകൾ ഉണ്ടായാലും മമ മാഹാത്മ്യം ശൃണിയ എൻ്റെ ഈ മാഹാത്മ്യം കേട്ടാൽ മതിയെന്ന്. ഈ എൻ്റെ മാഹാത്മ്യം കേട്ടാൽ എല്ലാ ആപത്തുകൾ അതായത് ശാന്തി നശിപ്പിക്കുന്ന എല്ലാ ആപത്തുകളെയും അതുപോലെ തന്നെ ദുസ്വപ്നം കണ്ടാൽ അതിൻ്റെ ഫലത്തിനെയും നമുക്ക് വരണ ഈ ഗ്രഹപീഡകളെ വീട്ടിലുണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടാവുന്ന ദുഃഖങ്ങളും എല്ലാം എൻ്റെ മഹാത്മ്യം കേട്ടാൽ ഇല്ലാതെയാവും, ശമനം കിട്ടും. ശാന്തി കർമ്മണി സർവത്ര തഥാ ദുസ്വപ്ന ദർശനീ ഗ്രഹപീഡാസു ചോഗ്രാസു മാഹാത്മ്യം ശൃണുയാൻ മമ. 16 ഉപസർഗാ ക്ഷയം യാന്തി ഗ്രഹപീഡാശ്ച ദാരുണാഃ ദുസ്വപ്നം ച നിഭിർദൃഷ്ടം സുസ്വപ്നമുപജായതേ. ഉപസർഗാഃ ദാരുണാഃ ഗ്രഹപീഡാഃ. അതായത് എൻ്റെ ഈ ദേവി മാഹാത്മ്യം കേട്ടാൽ എല്ലാ ദുർനിമിത്തങ്ങളും പിന്നെയോ ഗ്രഹപീഡ ആ ഗ്രഹത്തിലത്തെ വിഷമങ്ങളും ക്ഷയം യാന്തി എല്ലാ ഗ്രഹപ്പിഴകളും എല്ലാ ദുർനിമിത്തങ്ങളും ഒക്കെ ഇല്ലാണ്ടാവും. നൃഭിഹി ദൃഷ്ടം ദുസ്വപ്നം ച സുസ്വപ്നം ഉപജായതേ. ആളുകൾ കാണുന്ന ദുസ്വപ്നങ്ങൾക്ക് പോലും നല്ല സ്വപ്നത്തിൻ്റെ ഫലം ലഭിക്കുന്ന നമുക്കെങ്ങനെയൊക്കെ തോന്നൂല. എന്താ ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടത്? ചിലപ്പോൾ നമ്മൾ രാമായണത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, സ്വപ്നം ചിലർക്കു ചില കാലം ഒക്കണം എന്നൊക്കെ രാമായണത്തിൽ നമ്മൾ എഴുത്തച്ഛൻ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭയം തോന്നുകയാണെങ്കിൽ പിന്നെ ദൈവമഹാത്മ്യം വായിച്ചാൽ ഇനി അഥവാ ദുസ്വപ്നം കണ്ടാൽ അതിന് സുസ്വപ്നമാണ് അതിൻ്റെ ഫലം ഉണ്ടാവുക. ദുസ്വപ്നം കണ്ടാലും അത് ആ ദുസ്വപ്നം പോലെയല്ല ഫലിക്കുക, അതിന് വിപരീതമായിട്ട് നമുക്ക് ചീത്തത്വം വരുന്നതാണ് സ്വപ്നം കണ്ടാച്ചോട്ടെ, നല്ലതാണ് ഫലിക്കുക എന്ന് ദൈവമഹാത്മ്യം കേട്ടാൽ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സംശയിക്കുമല്ലോ, ദുസ്വപ്നം കണ്ട ഈശ്വര സ്വപ്നം ചിലർക്ക് ചില കാലം ഒക്കണം എന്നൊക്കെ അല്ലേ പറയണം, അതുണ്ടാവുമോ ശരിക്കും ജീവിതത്തിൽ ഉണ്ടാവുമോ അങ്ങനെ? എന്നാൽ ഭഗവതി എന്താ പറഞ്ഞ വെച്ചാൽ എൻ്റെ ചരിത്രം കേട്ടാൽ ദുസ്വപ്നം കണ്ടാൽ അതിൽ കണ്ട ആപത്ത് ഇല്ലാതെയാവുമെന്ന് മാത്രമല്ല നല്ല മംഗളങ്ങളുണ്ടാവുമെന്ന്, സുസ്വപ്നത്തിൻ്റെ തന്നെ ഫലം ഉണ്ടാവും എന്നാണ് പറയണത്. അത്രയ്ക്ക് ശക്തിയുള്ളതാണെന്ന്. അതേപോലെ തന്നെ എല്ലാ ദുർനിമിത്തങ്ങളും എല്ലാ ഗ്രഹപ്പിഴകളും എല്ലാം ഇല്ലാണ്ടാവും. ദുസ്വപ്നം തന്നെ സുസ്വപ്നമായിട്ട് മാറും. ഉപസർഗാഃ ക്ഷയം യാന്തി ഗ്രഹപീഡാശ്ച ദാരുണാ ദുസ്വപ്നം ച നിഭിർദൃഷ്ടം സുസ്വപ്നമുപജായതേ. ബാലഗ്രഹാഭിഭൂതാനാം ബാലാനാം ശാന്തികാരകം സംഘാതഭേദേ ച നൃണാം മൈത്രീകരണമുത്തമം. ബാലഗ്രഹാഭിഭൂതാനാം ബാലാനാം ശാന്തികാരകം. അതായത് ഈ കുട്ടികൾക്കൊക്കെ പിന്നെ ബാലാരിഷ്ടം എന്നൊക്കെ നമ്മൾ പറയൂലോ, കുട്ടിക്കാലത്ത് ഉണ്ടാവണ ഓരോട്ടം. ചില കുട്ടികൾക്ക് അധികം ഉണ്ടാവും, ചില കുട്ടികൾക്ക് അത്ര ദണ്ണങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഈ ബാലാരിഷ്ടമുള്ള കുട്ടികളെയൊക്കെ ഇത് കേൾപ്പിച്ചാൽ എല്ലാ ബാധയും ഒഴിഞ്ഞിട്ട് നല്ല ശാന്തി ഉണ്ടാവും. കുട്ടികളുടെ എല്ലാ ബാലാരിഷ്ടകളും മാറിക്കിട്ടും. അതായത് ഇപ്പം എന്തെങ്കിലും പ്രാരബ്ധം കൊണ്ടേ അനുഭവിക്കേണ്ടി വരികയാണെന്ന് വെച്ചാലും കൂടി അതിൻ്റെ ശക്തി കുറയും. ദൈവമഹാത്മ്യമൊക്കെ കേട്ടാൽ കുട്ടികളെ കേൾപ്പിച്ചാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ ദൈവമഹാത്മ്യത്തിൻ്റെ ശക്തി കൊണ്ട് ദേവിയുടെ ശക്തി അവരിൽ പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും കഷ്ടകാലമാണെങ്കിൽ ബാലാരിഷ്ടമൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ആ തീവ്രത കുറയും. അത്ര നല്ലതാണെന്ന് അതായത് ബാലാരിഷ്ടമൊക്കെ മാറ്റാൻ നല്ലതാണ്. പിന്നെയോ എന്നിട്ട് ശാന്തി ഉണ്ടാവും. നൃണാം സംഘാത ഭേദേ ഉത്തമം മൈത്രീകരണം ച. പിന്നെയോ എന്തെങ്കിലും ആളുകൾ തമ്മിൽ എന്തെങ്കിലും തമ്മിത്തല്ലൊക്കെ ഉണ്ടാവുമ്പോൾ ഇത് മഹാത്മ്യം കേട്ടാൽ അവരുടെ ആ അസ്വരസമൊക്കെ തീർത്ത് നല്ല ഐക്യം ഉണ്ടാവാനും ദൈവമഹാത്മ്യം ശ്രവണം സഹായിക്കുന്നു. അതായത് വല്ലാതെ തമ്മിത്തല്ലൊക്കെ ഉണ്ടായി കുടുംബത്തിലത്തെ ആൾക്കാരൊക്കെ തമ്മിൽ വെച്ചാൽ ആ വീട്ടിൽ ദൈവമഹാത്മ്യം ഉറക്ക വെച്ചാൽ അവർക്ക് കേൾക്കണ്ടെങ്കിൽ പോലും അവർ കേട്ടു പോവുമല്ലോ. അങ്ങനെയാകുമ്പോൾ ദേവിയുടെ ശക്തി അവരുടെ മനസ്സിനെ
പിന്നെ മനസ്സിലത്തെ ആ വൈരമൊക്കെ കളഞ്ഞ് നല്ല ഐകമത്യം ഉണ്ടാക്കി കൊടുക്കുന്നത് അത്ര ശക്തിയാണെന്ന് പറയണം. ബാലഗ്രഹാഭിഭൂതാനാം ബാലാനാം ശാന്തികാരകം സംഘാതഭേദേ ചന്ദ്രണം മൈത്രീകരണമുത്തമം. നമ്മൾ ഈ ഋഗ്വേദത്തിലൊക്കെ സംവാദ സൂക്തമൊക്കെ ഉണ്ട്, ഐകമത്യ സൂക്തമൊക്കെ. അപ്പോൾ അതൊന്നും ചെല്ലാൻ പിന്നെ അർഹത ഇല്ലാത്തവർക്കോ പറ്റാത്തവർക്കോ അവർക്ക് ദൈവമഹാത്മ്യം വായിച്ചാലും ഈ ഐകമത്യമൊക്കെ വീട്ടിലുണ്ടാവും എന്ന് പറയണം. പിന്നെയോ 18 ദുർവൃത്താനാമശേഷാണം ബലഹാനികരം പരം രക്ഷോഭൂതപിശാചാനം പഠനാദേവ നാശനം സർവം മമൈതന്മാഹാത്മ്യം മമ സന്നിധികാരകം പഠനാത് ഏവ ഏതത്. ഈ ഇപ്പം നമ്മൾ വായിച്ച ഈ ദൈവമഹാത്മ്യം പിന്നെ അതിൻ്റെ പാരായണം കൊണ്ട് തന്നെ എന്താ അശേഷാണം ദുർവൃത്താനാം പരം ബലഹാനികരം. സകല ചീത്ത ആൾക്കാരുടെയും ദുരാചാരങ്ങളെയൊക്കെ നിശേഷം നശിപ്പിക്കും ഈ ദൈവമഹാത്മ്യം. അതായത് ദുഷ്ടന്മാരുടെ ദുരാചാരികളുടെ ഒക്കെ ആ ദുരാചാരത്തിനെയും ചീത്ത പ്രവൃത്തികൾ ചെയ്യാനുള്ള ആ ഒരു പിന്നെ ടെംപ്റ്റേഷൻ ഉണ്ടല്ലോ, അവരുടെ ടെംപ്റ്റേഷനെയൊക്കെ നിശേഷം നശിപ്പിക്കുന്ന രക്ഷോഭൂത പിശാചാനാം ച നാശനം. അതുപോലെ തന്നെ ബ്രഹ്മരക്ഷസുകൾ, ഭൂതങ്ങൾ, പിശാചുക്കൾ, അവരുടെയൊക്കെ ഉപദ്രവം ഉണ്ടെങ്കിൽ അതും ഇല്ലാതെയാവും. പിന്നെയോ മമ ഏതത് സർവം മാഹാത്മ്യം മമ സന്നിധികാരകം. എൻ്റെ ഈ മാഹാത്മ്യം മുഴുവൻ സർവം പിന്നെ വായിക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്താൽ എൻ്റെ സാന്നിധ്യം അവിടെ അനുഭവപ്പെടും എന്ന് പറയുകയാണ്. ഇത് ദൈവമഹാത്മ്യം ഭക്തിയോടുകൂടി വായിക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നവരുടെ അവിടെ ഭഗവതിയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും. അതായത് ദുഷ്ടന്മാരുടെ ദുഷ്ടപ്രവൃത്തികളെയൊക്കെ നശിപ്പിക്കും. പിന്നെയോ ഈ ബ്രഹ്മരക്ഷസ ഭൂതം പിശാചം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള എല്ലാ ഫോഴ്സസിനെയും എല്ലാ ശക്തികളെയും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് അകറ്റും ദൈവമഹാത്മ്യം വായിക്കുകയോ കേൾക്കുകയോ ഉറക്ക വയ്ക്കുകയോ ഒക്കെ ചെയ്താൽ. അപ്പം എനിക്കിവിടെ ഒരു ഇത് ഓർമ്മ വരികയാണ്. എൻ്റെ അച്ഛൻ പറയാറുണ്ട്, ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ വീട് മാറി മാറി താമസിക്കുകയൊക്കെ ചെയ്യുമല്ലോ, ഫ്ലാറ്റോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റോ എന്താ വെച്ചാൽ മാറി മാറി താമസിക്കുമ്പോൾ നമുക്ക് ആരൊക്കെ താമസിച്ചതാണെന്നോ എന്തൊക്കെ തരം ശബ്ദങ്ങളാണ് അവിടെ നെഗറ്റീവായിട്ടുള്ള പിന്നെ ശക്തികളൊക്കെ പ്രവർത്തിക്കണ. ഇപ്പോൾ ഒരുപാട് തമ്മിൽ തല്ലിയൊക്കെ വീടാണെങ്കിൽ പിന്നെ അവിടെ നെഗറ്റീവായിട്ടുള്ള ഈ ശബ്ദത്തിനൊക്കെ വലിയ ശക്തിയെ പറയൂല്ലോ. നല്ല ശബ്ദത്തിന് നല്ല ശക്തിയുള്ള പോലെ ചീത്ത ശബ്ദത്തിന് ചീത്ത ശക്തി ഉണ്ടാവുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ എന്തിനെങ്കിലും കൊല്ലുക, അതിൻ്റെ നിലവിളി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അച്ഛൻ പറയാറുണ്ടായിരുന്നു, ഏത് പുതിയ വീട്ടിലേക്ക് മാറുക വെച്ചാലും നമുക്ക് വേറെ ഒന്നും സാധിക്കില്ല. എന്താ അപ്പോൾ അവിടെ നടന്നെന്ന് മാറ്റാനോ നമുക്ക് പറ്റില്ലല്ലോ, അത് നോക്കാനും പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു, ദൈവമഹാത്മ്യം വായിച്ചാൽ മതി, ഉറക്ക വായിച്ചിട്ട് എല്ലാ മുറിയിലും ഒരു വിളക്ക് കാണിക്കുക, ദൈവമഹാത്മ്യം ഉറക്ക വായിക്കുകയും ചെയ്യുക. എന്നാൽ പിന്നെ എല്ലാ ബാധയും എന്ത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അത് പോവെന്ന് പറഞ്ഞായിരുന്നു അച്ഛൻ. അതിപ്പോൾ അവിടെ ഓർമ്മ വന്നു എനിക്ക്. ഇനി ഞാൻ 18 വായിച്ച് 19, 20 ഒന്നിച്ചാണ് അത് ചെയ്യാം. ദുർവൃത്താനാമശേഷാണം ബലഹാനികരം പരം രക്ഷോഭൂതപിശാചാനാം പഠനാദേവ നാശനം സർവം മമൈതന്മാഹാത്മ്യം മമ സന്നിധികാരകം. ഇനി 19, 20 പശുപുഷ്പാർഘ്യധൂപൈശ്ച ഗന്ധദീപൈസ്തഥോത്തമൈ വിപ്രാണാം ഭോജനൈർ ഹോമൈഃ പ്രേക്ഷണീയൈരഹർനിശം അന്യൈശ്ച വിവിധൈർഭോഗൈഃ പ്രദാനൈർവത്സരേണയാ പ്രീതിർമേ ക്രിയതേ സാസ്മിൻ സകൃതുച്ചരിതേ ശ്രുതേ പശുപുഷ്പാർഘ്യധൂപൈഃ തഥാ ഉത്തമൈഃ ഗന്ധദീപൈഃ. അതായത് പശു പുഷ്പം, പിന്നെ അർഘ്യം ഇതൊക്കെ, പിന്നെ വെള്ളം, ധൂപങ്ങൾ, അതായത് കാല് കഴിക്കുകയൊക്കെ ചെയ്യില്ല നമ്മൾ, ധൂപം, പിന്നെ ഉത്തമൈഃ ഗന്ധദീപൈഃ, ഉത്തമങ്ങളായ പിന്നെ നല്ല വാസനയുള്ള ചന്ദനത്തിരി ദീപങ്ങൾ, പിന്നെയോ
വിപ്രാണാം ഭോജനൈഹി, എന്നിട്ട് ബ്രാഹ്മണങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. പിന്നെയോ ഹോമൈഹി, ഹോമങ്ങൾ, അന്യൈഹി, പിന്നെ ബാക്കി അനവധി ഇങ്ങനത്തെ നമ്മളൊരു കൂട്ടം ചെയ്യുമല്ലോ, ഓരോ നല്ലത് വരണമെന്ന് വിചാരിച്ച പല പല കർമ്മങ്ങളും ചെയ്യുമല്ലോ. അങ്ങനത്തെ അനേകം ബാക്കിയുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വസ്ത്രം ദാനം ചെയ്യുക, അല്ലെങ്കിൽ സ്വർണം കൊടുക്കുക, പൈസ കൊടുക്കുക, അങ്ങനത്തെ എല്ലാം ദാനങ്ങൾ. അന്യൈഹി പ്രേക്ഷണീയൈഹി വിവിധൈഹി ഭോഗ്യൈഹി പ്രദാനൈഹി, ദാനം അതെ. പിന്നെ അവർക്ക് ഉപയോഗിക്കാൻ തക്കമുള്ള ഭോഗ്യ വസ്തുക്കളൊക്കെ കൊടുക്കുക, ദാനം ചെയ്യുക. വത്സരേണ, അങ്ങനെ എല്ലാ കൊല്ലവും അങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലും ഇതുപോലെ ചെയ്യുക, ആർക്കെങ്കിലും കൊടുക്കുക. പിന്നെ പിന്നെ പശുദാനം, പുഷ്പങ്ങളെ കൊണ്ട് അർച്ചിക്കുക ഭഗവതിയെ. പിന്നെ ധൂപം, ദീപം, ഇങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ബ്രാഹ്മണർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, ഹോമങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു കൊല്ലം എല്ലാ ദിവസവും ചെയ്യുക, മുട്ടാതെ. ഏതെങ്കിലും ചിലത്, മുഴുവനും ചെയ്യണമെന്നല്ല, ഏതെങ്കിലും ചിലത് എല്ലാ ദിവസവും. ഭോഗി പ്രധാനീച്ച വത്സരേണ അഹർനിശം, അതായത് എല്ലാ ദിവസവും പ്രതിദിനം. അങ്ങനെ ചെയ്താൽ എന്താ അറിയോ, യാ പ്രീതിഹി മേ ക്രിയതേ, എന്തുമാത്രം ഞാൻ പ്രസാദിക്കുമോ അത്രമാത്രം പ്രീതി ഉണ്ടാവും. ഈ ദൈവമാത്മ്യം കേട്ടാലും മതി, വായിക്കുപോലും വേണ്ട, കേട്ടാൽ പോലും ഒരു ദിവസം അല്ല, ഒരു കൊല്ലം മുഴുവനെ മുട്ടാതെ ഈ പറഞ്ഞ എല്ലാ പൂജകളും, പുഷ്പവും, ധൂപവും, ദീപവും, ദാനവും, ബ്രാഹ്മണ ഭോജനവും ഒക്കെ ചെയ്യണ ഫലമുണ്ട് വെറുതെ ദൈവമാത്മ്യം വായിച്ചാലെന്ന്. അതാണ് പറയണത്. ഇത് എൻ്റെ ഈ ദൈവമാത്മ്യ ചരിത്രം കേട്ടാലും മതി. ശ്രുതേന്നാണ്, കേട്ടാൽ ഒരു കൊല്ലം മുഴുവൻ മുട്ടാതെ ഈ പറഞ്ഞ നല്ല കാര്യങ്ങൾ മുഴുവൻ, ദാനം, ബ്രാഹ്മണ ഭോജനം, ധൂപം, ദീപം, അർഘ്യം എന്ന് വേണ്ട, ഹോമം, ഇതൊക്കെ ഒരു കൊല്ലം മുഴുവനും മുട്ടാതെ ചെയ്ത ഫലം ദൈവമാഹാത്മ്യം കേട്ടാൽ ഉണ്ടാവുന്ന അത്രയ്ക്ക് മഹാത്മ്യം ഉണ്ടെന്നാണ്. പശുപുഷ്പാർഘ്യധൂപൈശ്ച ഗന്ധദീപൈസ്തഥോത്തമൈ വിപ്രാണാം ഭോജനൈർ ഹോമൈഃ പ്രേക്ഷണീയൈരഹർനിശം അന്യൈശ്ച വിവിധൈർഭോഗൈഃ പ്രദാനൈർവത്സരേണയാ. അതാണ് വത്സരേണ, ഒരു കൊല്ലേ. പ്രീതിർമേ, എനിക്ക് എത്ര പ്രീതി ഉണ്ടാവുമോ അത്ര പ്രീതി നിങ്ങളിത് കേട്ടാൽ മാത്രം എനിക്കുണ്ടാവുന്നത്. പ്രീതിർമേ ക്രിയതേ സാസ്മിൻ സകൃതുച്ചരിതേ ശ്രുതേ. ഒരു കൊല്ലം മുഴുവൻ മുട്ടാണ്ട് എന്നെ പലതരത്തിൽ പൂജിക്കുകയും ദാനധർമാദികൾ ചെയ്യുകയും ബ്രാഹ്മണ ഭോജനം ചെയ്ത ഫലം, അതൊക്കെ ചെയ്താൽ എനിക്ക് എത്ര പ്രീതി ഉണ്ടാവുമോ അത് ഒറ്റ പ്രാവശ്യം നിങ്ങൾ ദൈവമാത്മ്യം കേട്ടാൽ അത്ര തന്നെ പ്രീതി എനിക്കുണ്ടാവുന്ന അത്ര വിശിഷ്ടമാണെന്ന് ചുരുക്കം. പിന്നെയോ ശ്രുതം ഹരതി പാപാനി തഥാരോഗ്യം പ്രയച്ഛതി രക്ഷാം കരോതി ഭൂതേഭ്യോ ജന്മന കീർത്തനം മമ. ഇതിലെന്താ പറയുക വെച്ചാൽ, ഏതശ്രുതം പാപാനി ഹരതി, ഇത് കേട്ടാൽ, ഈ ദൈവമാഹാത്മ്യം കേട്ടാൽ പാപങ്ങൾ മുഴുവൻ നശിക്കും. ഹരതി, നശിക്കും. തഥ ആരോഗ്യം പ്രയച്ഛതി, ആരോഗ്യം ലഭിക്കും ചെയ്യും. അനാരോഗ്യമുള്ള സമയത്താണ് ഇത് വായിച്ചാൽ, കുറച്ച് ഒരു വായിച്ചു എന്ന് വെച്ചോളൂ, കുറച്ച് പ്രാവശ്യം വായിക്കുമ്പോഴേക്കും നമ്മുടെ ആരോഗ്യം തിരിച്ചു കിട്ടും. മമ ജന്മനഃ കീർത്തനം ഹൃദേഭ്യ രക്ഷാം കരോതി. എൻ്റെ ഈ അവതാരങ്ങളെ, എൻ്റെ ജന്മത്തിനെയും അവതാരങ്ങളെയും കീർത്തിക്കുന്നത് ഭൂതബാധകളിൽ നിന്ന് രക്ഷ നൽകും. മുമ്പേയും പറഞ്ഞുവല്ലോ, ഇവിടെ ഭൂതേഭ്യ രക്ഷാം കരോതി, അതായത് ഭൂതപിശാചുക്കളിൽ നിന്നൊക്കെ രക്ഷ നൽകും. ആരോഗ്യം ലഭിക്കും, എല്ലാ പാപങ്ങളും നശിക്കും. അനാരോഗ്യമുള്ള സമയത്താണ് വായിക്കണമെന്ന് വെച്ചാൽ ആരോഗ്യം തിരിച്ചു കിട്ടും. മാത്രമല്ല ഭൂതപ്രേത ബാധകളിൽ നിന്നും മോചനവും ലഭിക്കും. ശ്രുതം ഹരതി പാപാനി തഥാരോഗ്യം പ്രയച്ഛതി രക്ഷാം കരോതി ഭൂതേഭ്യോ ജന്മന കീർത്തനം മമ. എൻ്റെ ഉത്ഭവവും ചരിത്രവും ഒക്കെ കേട്ടാലേ, യുദ്ധേഷു ചരിതം യന്മേ ദുഷ്ടദൈത്യനിബർഹണം
തസ്മിൻ ശ്രുതേ വൈരികൃതം ഭയം പുംസാം ന ജായതേ യദ് മേ ദുഷ്ടദൈത്യ നിബർഹണം. എൻ്റെ ഈ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതായ ഈ യുദ്ധേഷു ചരിതം, ഈ യുദ്ധപരാക്രമം ഉണ്ടല്ലോ, ഞാൻ കാണിച്ച യുദ്ധപരാക്രമം, അതായത് ഇവരൊക്കെ കൊന്നൂലോ, മധു, കൈടഭൻ, മഹിഷാസുരൻ, സുംഭൻ, നിസുംഭനൊക്കെ കൊന്നൂല, ഈ ദുഷ്ടന്മാരെയൊക്കെ കൊന്ന ചരിത്രം കേൾക്കുന്നവൻ തസ്മിൻ ശ്രുതേ, ആരാണ് ഞാൻ ഈ ദുഷ്ടന്മാരെ കൊന്ന ചരിത്രമൊക്കെ കേൾക്കണത്? തസ്മിൻ ശ്രുതേ പുംസാം വൈരികൃതം ഭയം ന ജായതേ, അവർക്ക് പിന്നെ ശത്രുഭയേ ഉണ്ടാവില്ല എന്ന്. എൻ്റെ ഈ ചരിത്രം ഭക്തിയോട് കൂടിയിട്ട് ഞാൻ ഈ ദുഷ്ടന്മാരെയൊക്കെ വധിച്ച് ശിഷ്ടന്മാരെ രക്ഷിക്കുന്ന ഈ ചരിത്രം ആരാണ് കേൾക്കണ? അവർക്ക് പിന്നെ ശത്രുഭയം തന്നെ ഉണ്ടാവില്ല. യുദ്ധേഷു ചരിതം യന്മേ ദുഷ്ടദൈത്യ നിബർഹണം തസ്മിൻ ശ്രുതേ വൈരികൃതം ഭയം പുംസാം ന ജായതേ. യുഷ്മാഭിസ്തുതയോ യശ്ചേ യാശ്ച ബ്രഹ്മർഷിഭിः കൃതാഃ ബ്രഹ്മണാ ച കൃതായാശ്ച പ്രയച്ഛന്തി ശുഭം ഗതിം. യുഷ്മാഭിः കൃതാഃ യാ സ്തുതയഃ ച, അതായത് നിങ്ങളിപ്പോൾ ചെയ്ത സ്തുതികളും ബ്രഹ്മർഷിഭിः കൃതാ യാ ച, ബ്രഹ്മർഷികൾ ദേവന്മാരാണല്ലോ അവസാനം ചെയ്തത്, അതിനു മുമ്പ് ഋഷിമാരൊക്കെ ചെയ്തുല്ലോ. അപ്പോൾ ദേവന്മാരോട് പറയാം, നിങ്ങളിപ്പോൾ ചെയ്തില്ലേ എന്നെ സ്തുതിച്ചുല്ലോ, 11-ാം അധ്യായം. അതും അതിനു മുമ്പ് ബ്രഹ്മർഷികളും ഒക്കെ ചെയ്ത സ്തുതികളും, പിന്നെ ഋഷിമാർ ചെയ്തുല്ലോ മഹിഷാസുരനെ വധിച്ചപ്പോൾ, ആ സ്തുതികളും ബ്രാഹ്മണാ ച കൃതാഹ യാഹ ച, മധുകൈടഭന്മാരെ വധിച്ചതിന് ശേഷം ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടതും ആ സ്തുതിയും ശുഭം ഗതി പ്രയച്ഛന്തി, വളരെ മംഗളകരങ്ങളാണ്. ഒക്കെ ചൊല്ലിയ നമുക്ക് സദ്ഗതി മാത്രമേ വരുള്ളൂ എന്ന് പറയുകയാണ്. അതായത് ഇപ്പം അനവധി സ്തുതി നമ്മൾ ദേവന്മാരിൽ കണ്ടു. ഒന്ന് അവസാനത്തെ ദേവന്മാരുടെ സ്തുതി സന്തോഷമായിട്ട്, ഈ സൗസരന്മാരെയൊക്കെ കൊന്നപ്പോൾ സന്തോഷമായിട്ട് ദേവന്മാരെ, അതാണ് 11-ാം അധ്യായം നമ്മൾ കണ്ടത്. അതിന് മുമ്പേ മധുകൈടഭന്മാരെ കൊന്നപ്പോൾ ബ്രഹ്മാവനെ സ്തുതിച്ചു ഇല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ഋഷിമാർ സ്തുതിച്ചു. അപ്പം ഈ സ്തുതികളൊക്കെ ചൊല്ലിയ പിന്നെ നന്മ മാത്രമേ വരുള്ളൂ, അത്ര മംഗളദായകങ്ങളാണെന്ന്. യുഷ്മാഭിസ്തുതയോ യാശ്ച ബ്രഹ്മർഷിഭിः കൃതാഃ, എന്തോ തെറ്റുണ്ട്, അതുകൊണ്ട് അച്ചടി തെറ്റ്. എന്തായാലും യുഷ്മാഭിസ്തുതയോ യാശ്ച ബ്രഹ്മർഷിഭിः കൃതാഃ ബ്രഹ്മണാ ച കൃതായാശ്ച പ്രയച്ഛന്തി ശുഭം ഗതിം. പലതരത്തിലുള്ള സ്തുതികളുണ്ട്, ദേവന്മാരുടെ സ്തുതി, ബ്രഹ്മസ്തുതി, മഹർഷിമാരുടെ സ്തുതി, അതൊക്കെ വളരെ വിശേഷമാണ് അർത്ഥം. അരണ്യേ പ്രതരേ വാപി. ഇനി 4 ശ്ലോകം ഒന്നിച്ചാട്ടോ, സമയമുണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ ഓരോന്നായി ചെയ്യാം. 4 ശ്ലോകം കൂടി ഒന്നിച്ച് ചെയ്യാം, വെറുതെ അർത്ഥം പറയല്ലേ വേണ്ടു, അത് ചെയ്യാം. അരണ്യേ പ്രതരേ വാപി ദാവാഗ്നി പരിവാരിത ദസ്യുഭിർവ്യാവൃത ശൂന്യേ ഗൃഹീതോ വാപി ശത്രുഭി, അല്ലെങ്കിൽ ഓരോന്നായി ചെയ്യാം. അരണ്യേ, അതായത് കാട്ടിലകപ്പെട്ടാലേ, അതായത് കാട്ടിൽ നമ്മൾ അകപ്പെട്ടിട്ട് ട്രാപ്ഡ് ആയാലേ, കാട്ടിൽ നിന്ന് പുറത്തേക്ക് പോരാൻ വയ്യാതെ കുഴങ്ങിച്ചാൽ അരണ്യേ. പ്രതരേ വാ അഭി, അതായത് പ്രഥമേ വാ അഭി, പ്രഥമേ എന്നല്ലേ, അതെ പ്രതരേ എന്നാണ്, പ്രതരേ വാ അഭി, ഭയങ്കര അക്ഷരത്തായിട്ടില്ല. പ്രതരേ വാ അഭി, പ്രതരേ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ പാറ പിളർന്ന അതിൽ പെടുക, നമ്മളെ കാലോ മേലോ നമ്മൾ തന്നെ അങ്ങനെ പാറപ്പിളർപ്പിൽ വീഴുക ചെയ്താലോ, കാട്ടിൽ പിന്നെ കുഴങ്ങിയാലോ, ദാവാഗ്നി പരിവാരിത, കാട്ടുതീയാൽ നമ്മൾ ചുറ്റപ്പെട്ടാലോ, കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ കാട്ടുതീ 4 പുറവും വന്നാലോ, ശൂന്യേ ദസ്യുഭി, പിന്നെ ഒറ്റയ്ക്ക് കൊള്ളക്കാരുടെ നടുക്ക് പെട്ടാലോ, ശത്രുഭിഹി ഗൃഹീത വാപി, ശത്രുക്കൾ പിടിച്ച് കെട്ടിയാലോ ഒക്കെ അതിന് രക്ഷപ്പെടാൻ ദൈവമാത്മ്യം സഹായിക്കുന്ന. അതാണ് അരണ്യേ, കാട്ടിൽ, പ്രതരെ പാറക്കെട്ടിൽ നമ്മൾ വീണുപോയാൽ, ദാവാഗ്നി പരിവാരിത കാട്ടുതീയിലകപ്പെട്ടാൽ, ദസ്യുഭിർ വ്യാവൃത അതായത് കള്ളന്മാരാൽ ചുറ്റപ്പെട്ടാൽ, ശൂന്യേ ഗൃഹീതേ
വാപി ശത്രുഭി, ശത്രുക്കളാൽ ചുറ്റപ്പെട്ടാലും ദേവീമാഹാത്മ്യം വായിച്ചാൽ നമുക്കതിന്ന് രക്ഷ കിട്ടും. ഇനി 25 നമുക്ക് നാളെ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ സമയം. അത് മതി. അപ്പം ഞാൻ ഈ 24 കൂടി വായിച്ച് നിർത്താം. അതെ ഗീഹീതോ വാപി ശത്രുഭി. അപ്പോൾ ഇവിടെ നിർത്താം നമുക്ക്. ഇനി ഈ ഒരു ഫലശ്രുതി ഈ ചാപ്റ്ററിൽ 37 വരെ ഉണ്ട്. അപ്പോൾ നമുക്കത് അടുത്ത ദിവസം 37 കഴിയും. പിന്നെ ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ, കുഞ്ഞ ചാപ്റ്ററാണല്ലോ. അപ്പോൾ കഴിഞ്ഞാൽ ദേവീമാഹാത്മ്യം കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ഫലശ്രുതിയും ദേവിയുടെ ഈ ദേവി മഹാത്മ്യത്തിൻ്റെ തന്നെ മഹത്വമൊക്കെ പറയുകയാണേ. അപ്പോൾ നിർത്താൻ ഇവിടെ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ. ഗുരുവായൂരപ്പാ ശരണം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.